ഹലോ thebeautychatsലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് വരുന്ന മുഖക്കുരു കറുത്തുപാട് പോകാനൊക്കെ എന്തായാലും ഒരു വഴി. അപ്പോൾ നമുക്കൊരു കുഞ്ഞു പാക്ക് ട്രൈ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുതിനയിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മിൻറ്റ് ലീവ്സ് ആണ്. അത് നല്ലോണം വാഷ് ചെയ്തിട്ട് നല്ലപോലെ കൊടുന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഇലയൊക്കെ പിച്ച് ചീന്തി ഒരു പാത്രത്തിലേക്ക് നുള്ളി ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജ്യൂസ് ആക്കിയിട്ട് വരാം. എന്നിട്ട് ഞാൻ സെഡ് പെടയെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചന്ദനപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചന്ദനപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ചെയ്യാനുള്ളൊരു കഴിവ് മിൻറ്റ് ലീവ്സിനുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾസ്, മുഖത്ത് വരുന്ന പിമ്പിൾസ് ഒക്കെ പെട്ടെന്ന് മാറി കിട്ടാനും മിൻറ്റ് ലീവ്സ് നല്ലതാണ്. പിന്നെ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ക്ലിയർ ആവാനും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചന്ദനപ്പൊടി നമ്മുടെ പിമ്പിൾസ് വന്നിട്ട് മാറുന്ന സ്കാർസും ആക്നെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഇതിന് നമ്മുടെ സാൻഡൽവുഡ് പൗഡർ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 50 മിനിറ്റ്സ് ഹോൾഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ഇവിടെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം അതിന് ഉള്ളിൽ നമുക്ക് പോയിട്ട് ഒരു വാട്ടർ ഉണ്ടാക്കാം കേട്ടോ. പുതിന വെച്ചിട്ട് തന്നെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളൊരു വാട്ടറാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതാ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് എത്ര എടുക്കാനേ പാടുള്ളൂ, ഓവറായിട്ട് എടുക്കരുത്. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് നല്ല മീഡിയം ലെവലിലിട്ട് തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമുക്കത് കുടിക്കേണ്ടത്. ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അലോവേറ ജെല്ലാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിൻറ്റ് വാട്ടർ ആണ് കേട്ടോ. ഇത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്രേക്ക്ഔട്ട്സ് റെഡ്യൂസ് ചെയ്യാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും സൂപ്പറാട്ടോ. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് കളറില്ല, അല്ലെങ്കിൽ ഒരുപാട് വെളുത്തിട്ടോ, അതിലൊന്നും ഒരു കാര്യമില്ല. ഏതൊരു കളറാണെങ്കിലും അത് ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചിലർ ചോദിക്കും പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ബ്രൈറ്റനിങ് വെളുക്കുക ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. ചുമ്മാ പെണ്ണുമ്പോൾ ഓരോന്നും കൊണ്ടെങ്കിൽ വന്നേക്കുവാന്നൊക്കെ ചിലർക്ക് അങ്ങനെ വിചാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടോൺ ആവാതെ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ആവുക. പലർക്കും പല സ്കിൻ ടോൺ അല്ല. അപ്പോൾ അവർക്കുള്ള ഒരു സ്കിൻ ടോൺ പല കാരണം കൊണ്ടും ഡാമേജ് ആയിരുന്നു വരാം. ചിലപ്പോൾ സൺ ടാൻ അടിച്ചിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ്, ഉറക്കക്കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക പിമ്പിൾസ് ഒക്കെ വന്നിട്ട് അത് മാറിയിട്ട് ഇങ്ങനെ പാടുകൾ, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ്, ഏജിൻ്റെ പ്രശ്നം കൊണ്ട്, അങ്ങനെ പല കാരണം കൊണ്ടും വരും അല്ലേ. പല രീതിയിലും പലർക്കും എഫക്റ്റീവ് സ്കിന്നിന്. അപ്പോൾ നമുക്കത് മാറ്റി നമ്മൾക്കുള്ള ഒരു സ്കിൻ ടോൺ എങ്ങനെ ഒരു ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ആ ഒരു ഡാമേജ് ഒക്കെ മാറ്റി നമ്മുടെ എന്താ പറയുക സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് എങ്ങനെ നല്ല ക്ലിയർ സ്കിന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇന്ന് പ്രത്യേകിച്ച് നാളെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് ആരും ചെയ്തത് നിരാശപ്പെട്ടു പോകും. അപ്പോൾ എന്താ പറയുക നമ്മുടെ സ്കിന്നിലുള്ള ഒരു സ്കിൻ ടോൺ എന്നും ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഭംഗിയോട് കൂടിയിട്ട് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാമെന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക സ്കിന്നിന് വേണ്ടിയിട്ട്. അല്ലാതെ വെളുക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനും ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് വെളുക്കും. പക്ഷേ എന്താ പറയുക ഞാനും ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങ് വെളുത്ത് തുടുത്തു അങ്ങനെയൊന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾക്കുള്ള ഒരു സ്കിൻ ടോൺ എന്തായാലും തിരിച്ചു വരും എന്നുള്ളതൊരു ഉറപ്പാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ സ്കിൻ കൊടുക്കുന്ന ഒരു കെയറിങ് അല്ലെങ്കിൽ സ്കിൻ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്കിൻ അത് എന്തായാലും പ്രതികരിക്കും. കാരണം നമ്മൾക്കുള്ള ഒരു ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു ക്ലിയർനെസ് നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഞാൻ മാത്രം വെളുത്തില്ല വെളുക്കും എന്ന് ഉദ്ദേശിച്ചിട്ട് ആരും ഒന്നും ചെയ്യരുത്. നമുക്കുള്ള സ്കിൻ ടോൺ നമുക്ക് നല്ല ഭംഗിയിൽ എങ്ങനെ ക്ലിയർ ആയിട്ട് കൊണ്ട് നടക്കാമെന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ പാക്ക് വീക്കിൽ ഒരു 2 ടൈംസ് യൂസ് ചെയ്യുക. പിന്നെ ആ ഒരു പുതിന ഡ്രിങ്ക് ഒരു 7 ദിവസം അടുപ്പിച്ച് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇത് ഇങ്ങനെയാണ്, മുഖം വാഷ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഉള്ള റിസൾട്ടിനേക്കാളും പിറ്റേ ദിവസം ഉണ്ടോ നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ റൂമിലിരുന്ന് ലൈറ്റിനടിയിൽ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു എഫക്റ്റ് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇത് സൺലൈറ്റിലാണ് ഞാൻ എടുക്കുന്നത്. നോ ഫിൽറ്റർ, നോ മേക്കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ടാറ്റാ.